അതെ, കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരെ കർത്താവേ എനിക്ക് പ്രവചിക്കണം, എനിക്ക് കാണുന്ന അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് വലിയ നോ വേ. അത് ഒരു 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 ഹാലൂസിനേഷൻ പോലെ, ഒരു സാങ്കല്പിക ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ മാത്രമേ ആകത്തുള്ളൂ. ഒത്തിരി ഒത്തിരി ദൈവമക്കൾ എന്ന് പറയുന്നവർ ജീവിക്കുന്ന സങ്കല്പങ്ങളിലാണ് ജീവിക്കുന്നത്, റിയാലിറ്റി അല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സങ്കല്പമല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ രമേശാണ് ഈ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് റിയൽ ആയിരിക്കുന്ന പോലെ, ഇതൊരു യാഥാർത്ഥ്യം എന്ന പോലെ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ യാഥാർത്ഥ്യമാണ്, അല്ലാതെ മനസ്സിൽ വരുന്ന ഊഹാഭോഗമല്ല. കണ്ടിന്യൂ. കമ്മിറ്റ്മെന്റ്. പഴയ നിയമത്തിൽ അങ്ങനെ കുറെ ആ കമ്മിറ്റ്മെന്റ് ഉള്ളവരിൽ മാത്രമേ ദൈവകൃപ ഈ കൃപ കൊടുത്ത് ബലപ്പെടുത്തിയവനായിരുന്നല്ലോ പൗലോസ്. 2 കൊരിന്ത്യർ 12:9 ഏറ്റവും ഫേമസ് ആയ വാക്യമാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞവര്. എന്തിനാ അവന് കുട്ടിയും കോലും കളിക്കാനോ ദൈവം അവനെ ബലപ്പെടുത്തിയേ? അവന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനോ? പറ ദൈവമക്കളെ, എന്തിനു വേണ്ടിയാണ് ദൈവം അവന് കൃപ പകർന്നത്? അവൻ ചെയ്യേണ്ടതായ മഹത്വപൂർണമായ ശുശ്രൂഷ ചെയ്ത് തികയ്ക്കാനായി ദൈവം അവന് കൃപ കൊടുത്തു. നിങ്ങളുടെ ഉപ്പ് ചട്ടിയാകട്ടെ, അല്ലെങ്കിൽ ഉപ്പിരിക്കുന്നതായ ആ ടിന്ന്, അല്ലെങ്കിൽ ആ ഭരണി, ഉപ്പ് വെക്കുന്ന ഭരണി തൊട്ടടുത്ത് എന്തുകൊണ്ടായിരിക്കും? പഞ്ചസാര ഉണ്ടായിരിക്കും. രണ്ടും മാറിപ്പോലെ നാളെ രാവിലെ. സ്തോത്രം. ഇവിടെ ഉപ്പുണ്ടായിരിക്കും. ആ ഉപ്പ് വെക്കുന്ന ആ ഭരണി തുടങ്ങി സ്തോത്രം നിങ്ങളുടെ പേഴ്സ് വരെയുള്ള ഭൗതിക കാര്യങ്ങളിൽ മുഴുവൻ ദൈവം എന്തെങ്കിലും പകരുതുമെങ്കിൽ